ചിലപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് സ്റ്റാറ്റസ് ബാറിൽ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അങ്ങനെ നെറ്റിൻ്റെ സ്പീഡ് മുകളിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിങ്സ് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ കൺട്രോൾ സെൻറ്റർ ആൻഡ് നോട്ടിഫിക്കേഷൻ ഷെയ്ഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷോ കണക്ഷൻ സ്പീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ചിലപ്പം ഓണായിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഒരു നെറ്റിൻ്റെ സ്പീഡ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ബ്രാൻഡുകൾക്കനുസരിച്ചിട്ട് ഈ സെറ്റിങ്സിൽ ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഞാൻ പോക്കോയുടെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. പോക്കോയുടെയും റെഡ്മിയുടെയും ഫോണുകളിൽ സെറ്റിങ്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ സെർച്ച് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സ്പീഡ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. സ്പീഡ് എന്നുള്ളത് സെർച്ച് ചെയ്താൽ ഷോ കണക്ഷൻ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് വരുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ചില ബ്രാൻഡുകളുടെ ഫോണിൽ നെറ്റ്വർക്ക് സ്പീഡ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്തായാലും അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഷോ കണക്ഷൻ സ്പീഡ് എന്നുള്ളത് കാണാൻ പറ്റും. അത് ഓണായിട്ടാണ് കിടക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുത്താൽ ആ ഒരു കണക്ഷൻ സ്പീഡ് കാണിക്കുന്നത് ഓഫ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.